ഇത് 2007 മോഡൽ LX AC മാത്രമേ ഉള്ളത്. 2007. ഇനി പേപ്പറൊക്കെ എന്നവരുണ്ട്? ഇനി 3 വർഷമുണ്ട്. ഇതൊരു ചെറിയ മാരുതി 800 ആണെങ്കിലും അലോയ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. 2007 AC മാരുതി 800 ആണ്. ഇതിൽ കെൻവുഡിൻ്റെ സെറ്റുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, നല്ല സീറ്റ് കവറുണ്ട്. i20 ഓട്ടോമാറ്റിക് ആണ്. 2011 മോഡലേ. 2011 പെട്രോള്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ തന്നെ. എക്കോസ്പോർട്ട് 2013 ഡീസൽ. ഡീസലാ? ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? സിംഗിൾ ഓണർ. ടാറ്റ ഇൻഡിക വിസ്റ്റ കോട്രാജറ്റ് 2010. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് 3rd. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാലേ കൊല്ലം കരിക്കോട് ഷാപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഷാപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കൊല്ലം യൂസ്ഡ് കാസിനകത്താണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബീറ്റിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരങ്ങ് ചീത്തവിളിയും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ഏകദേശം ഒരു 70% എന്നൊക്കെ പറയാവുന്ന രീതിക്ക് വണ്ടികൾ പോയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രോളുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ബീറ്റ് വരെ വിറ്റുപോയി എന്നുള്ളതാണ് അതിന് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ എത്ര കിടന്ന് ചീത്ത വിളിച്ചാലും ഈ വണ്ടികളുടെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് ഈ തൊയ്ക്ക് വേറുള്ളവർ പറഞ്ഞതിനേക്കാൾ നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി പോവും, മനസ്സിലായില്ലേ? അപ്പം അത് പോകാതിരിക്കത്തില്ല. അതിന് തെളിവാണ് ഈ വണ്ടികൾ പോയത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പുതിയ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ വന്നത്. ഇതിലെല്ലാം ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാനും NGN എന്ന് പറഞ്ഞ് തിരുവനന്തപുരം, നിങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പുള്ളിക്കും ഉള്ളവരും ഉണ്ട്, അതുകൊണ്ട് അവർക്ക് പറയുന്ന കാര്യം മനസ്സിലാവും. NGN എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും എടുത്ത സ്വകാര്യമായി ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് മാറിയും തിരിഞ്ഞും എടുത്തൊരു വീഡിയോ വേറെ ഏതോ ഒരു ചാനൽ, ഒരു മിസ്റ്റർ ട്രാവൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരാളുടെ കണ്ടൻറ് എടുത്ത് നമ്മളെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. ഇതിപ്പം അതറിയാതെ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് അത് തിരുത്താനൊരവസരം എന്ന രീതിയിൽ ഞാനത് മുൻകൂട്ടി പറയുന്നതാണ്. കാരണം ഒന്നിലധികം വീഡിയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കോപ്പിറൈറ്റിന് വേണ്ടിയുള്ള ഇത് കൊടുക്കേണ്ടി വരും. കാരണം അത് ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു കടിക്കും. അതുകൊണ്ട് നമ്മളെ സേഫ്റ്റി നോക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും മെനക്കെട്ട് എടുത്തിടൂ. അതിനല്ലേ ഒരു അന്തസ്സുള്ളത്. ഒരാളുടെ വീഡിയോ കട്ടെടുത്ത് ചെയ്യുക മോശമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇനി ചെയ്യരുത്. പ്രധാനമായിട്ടും പറയുന്നത് പറഞ്ഞാൽ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് നിങ്ങളിടുമ്പോൾ അത് കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഒരു പക്ഷേ ഇത് നേരെ തിരിഞ്ഞ് എനിക്കോ അല്ലെങ്കിൽ NGN എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന നന്ദു ചേട്ടനോ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞങ്ങളുടെ സേഫ്റ്റി എന്ന രീതിയിൽ ഇത് നിങ്ങളോട് ആദ്യമേ പറയുന്നതാണ്. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ക്വാളിറ്റിയും വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞാൽ മുതലാളി വന്നിട്ടുണ്ട്, സലീമിക വന്നിട്ടുണ്ട്. സലീമിക, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ പറഞ്ഞു, അവർക്കൂടി പറഞ്ഞു. കൈ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയാവുന്നുള്ളൂ. അന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് കമൻസ് മൊത്തം നെഗറ്റീവ്സ് ആയിരുന്നു. വില കൂടുതലാണെന്നാണ് മെയിൻ പ്രശ്നങ്ങൾ. പക്ഷേ അന്നിട്ട വീഡിയോയിൽ മിക്ക വാഹനങ്ങളും വിറ്റുപോയിട്ടുണ്ട്. സ്പാർക്ക് ഉൾപ്പെടെ. അല്ല, സ്പാർക്കല്ല, ബീറ്റിൻ്റെ വില കൂടുതലെന്നാണ്. ആ 2 ബീറ്റിൽ ഒരെണ്ണം വിറ്റുപോയിട്ടുണ്ട്. പിന്നെ കുറേ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതിലുപരി ഇപ്പോൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പുതിയ ഓഫർ വന്നിട്ടുണ്ട്. അതിനാണ് ഇപ്പം സനുവിനെ ഞാൻ ഒന്നുകൂടെ വിളിച്ചിരിക്കുന്നത്. അതായത് മിക്ക വാഹനങ്ങൾക്കും പരമാവധി വില കുറച്ച് ഈ ഓഫർ ഈ മാസം 30-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഓഫറിൽ കിട്ടില്ല. പരമാവധി വില കുറച്ച് ഉള്ള ക്രിസ്മസ് പ്ലസ് ന്യൂ ഇയർ ഓഫർ. അതെ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വണ്ടികൾക്കാണെങ്കിലും നമ്മൾ ഇത്തവണ വില കുറച്ചാണ് പറയുന്നത്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇതൊരു ചെറിയ മാരുതി 800 ആണെങ്കിലും അലോയ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. 2007 AC മാരുതി 800 ആണ്. ഇതിൽ കെൻവുഡിൻ്റെ സെറ്റുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, നല്ല സീറ്റ് കവറുണ്ട്. AC ഒക്കെ വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ് ആണ്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3rd. ബാക്ക് ടയർ നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. പക്ഷേ ഫ്രണ്ട് ടയർ സ്വല്പം മോശമാണ്. മോശം ടയർ. ബാക്ക് ടയർ രണ്ടും പുതിയത്, പുതിയ അലോയ്സ് ആണ്. പുത്തൻ ടയർ.
അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം കൊള്ളാം. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ബ്ലാക്ക് 2007 മോഡൽ 800 AC. എത്ര ചോദിക്കുന്നത്? ഇതിന് ആക്ച്വൽ പ്രൈസ് 75,000 ആണ്. ഇപ്പം ഓഫറിൽ നമുക്ക് ഫൈനൽ 65,000, അതായത് 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഇയർ എൻഡിങ് ആണ്. അതെ, മാക്സിമം കുറച്ചുള്ളതാണ്. അലോയ്സ്, കെൻവുഡിൻ്റെ സെറ്റുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സീറ്റ് കവറുണ്ട്. വണ്ടി നല്ല കണ്ടീഷൻ. 2006 ഓൾട്ടോ വെറും 30,000 രൂപയ്ക്ക്. 2006? അതെ, ഒരു മാരുതി 800 വില പോലും ആവുന്നില്ല. 2000 ഇനി ഒരു വർഷം പേപ്പറുള്ള, ഒരു വർഷം കൂടി പേപ്പർ, വെറും 30,000 രൂപ ഓഫറിൽ. 2025 വരെ അല്ലേ? അതെ അതെ. അവസാനം വരെ ഉണ്ടോ? ഏകദേശം 1 ഇയർ ഉണ്ട് ഇനി. ഉണ്ട്. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? ഇതിൽ AC ഇല്ല. AC ഇല്ല. AC യും പവർ സ്റ്റിയറിംഗും ഇല്ല. എങ്കിലും പിന്നെ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തവരൊക്കെ നല്ല പവർ സ്റ്റിയറിംഗ് പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഓടിക്കാൻ കണ്ടീഷനാണ് വണ്ടി അല്ലേ? അതെ അതെ. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ആ രീതിയിലെല്ലാം നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. ഡോർ പാഡ് നോക്കിയാൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് ഈ 30,000 രൂപ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞത് ഈ മാസം 30-ാം തീയതി വരെയുള്ള ഓഫർ. അത് കഴിഞ്ഞ് ഈ പ്രൈസിൽ ചോദിക്കരുത്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ചെറിയൊരു ചണക്കുണ്ട്. 2006 മോഡൽ റീപ്ലേസ് സ്റ്റാൻഡേർഡ് ഓൾട്ടോ. AC പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. സ്റ്റിയറിംഗ് സ്മൂത്താണ്. ടോപ്പ് അത് ഈ ടോപ്പിൽ ബോഡി കവർ ഇടുന്ന ഇങ്ങനെ ചെറിയ സ്ക്രാച്ചുകൾ സംഭവിക്കാം. ടയേഴ്സ്, ബാക്ക് ടയറും നല്ല ടയേഴ്സ്. ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്. 2006 റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നും നോക്കിയിട്ടില്ല. എക്സ്ചേഞ്ച് വന്ന കാറാണ്. 2006. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ്. മാറ്റിയിട്ടില്ല? ഇല്ലില്ല. മാറ്റി കൊടുക്കുമോ? അത് ഈ പ്രൈസിൽ പറ്റില്ല. ഈ കാണുന്ന കണ്ടീഷനിൽ 30,000 രൂപ. 30,000 രൂപ. 2006. 2009 സ്പാർക്ക്. AC യും പവർ സ്റ്റിയറിംഗും ഉള്ള വാഹനമാണ്. ഇത് വെറും 52,000 രൂപയ്ക്ക് റീടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. റീടെസ്റ്റ് ചെയ്ത് കൊടുക്കും? അതെ, റീടെസ്റ്റിന് ഇപ്പോൾ സമയമായിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്ത് വെറും 52,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി കാണാൻ ആകമൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2009 സ്പാർക്ക് AC പവർ സ്റ്റിയറിംഗ്. ബേസ് മോഡലാണല്ലേ? ബേസ് അല്ല, ഇതിൽ AC പോലും ഇല്ലാത്ത വേരിയൻറ്റും സ്പാർക്കിലുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത്. അല്ല, ഇതിലിപ്പോൾ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ വിൻഡോസ് കാര്യങ്ങളില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. ടയേഴ്സ് ഒരു ആവറേജ് ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിച്ചാൽ 52? അതെ, റീടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. റീടെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് പ്രൈസ് ആണോ 52? അതെ അതെ, ലാസ്റ്റ് പ്രൈസ്. 2009 റീടെസ്റ്റ് കഴിഞ്ഞ വാഹനമാണ്. i10 അല്ലേ? i10. ഇത് AC പവർ സ്റ്റിയറിംഗ് ആണ്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 82? അതെ അതെ. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണേ? അതെ. എത്ര ചോദിക്കുന്നത്? ഇത് ആക്ച്വൽ പ്രൈസ് 130 ആണ്. നമുക്ക് 120 ഓഫർ പ്രൈസിൽ 120 കൊടുക്കാം. റീടെസ്റ്റ് കഴിഞ്ഞ വാഹനമാണ്. 5 വർഷത്തേക്ക് പേപ്പറിലായ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. 2009-10 രജിസ്ട്രേഷൻ. ഒരു 10-13 മൈലേജൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ്. വണ്ടി കാണാനും ഒക്കെ നല്ല വൃത്തിയുണ്ട്. അകമൊക്കെ നോക്കിയാൽ തുരുമ്പ് കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇല്ലോളം പെയിൻറ്റ് പോയിട്ടുണ്ട് ടോപ്പിൽ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ 120. 120 ലാസ്റ്റ് പ്രൈസാണ്. അതെ. ഡാറ്റ്സൺ റെഡിഗോ 2016 മോഡൽ. എന്ത് ഓടിയിട്ടുണ്ട്? 72,000. ജെനുവിൻ കിലോമീറ്റേഴ്സൊക്കെയാണ്. ഓണർഷിപ്പൊക്കെ എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ 67 സംതിങ്. സിംഗിൾ ഓണറാണ്. വണ്ടിക്കകമൊക്കെ വലിയ കുഴപ്പമില്ല. ഡ്രൈവിംഗ് സൈഡ് സീറ്റ് കവർ ചെറുതായിട്ടൊന്ന് കയറിയിരിപ്പുണ്ട്. ബാക്ക് സൈഡ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സീറ്റ് കവേഴ്സ് ആയാലും ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഡോറ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ കാറിൻ്റെ പ്രത്യേകത, ഇതെടുക്കുന്ന ആളിന് ലോൺ ഇട്ടടിക്കുകയാണെങ്കിൽ 40,000 രൂപ എക്സ്ട്രാ കിട്ടും. അതായത് ഇതിൻ്റെ പ്രൈസ് ഫൈനൽ പ്രൈസ് 160 ആണ്. 2 വരെ ലോൺ കിട്ടും. 2 വരെ ലോൺ കിട്ടും? അതെ. 160 നമ്മൾ ചോദിക്കുന്നുള്ളൂ. ചോദ്യമല്ല, ഫൈനൽ പ്രൈസ്. ഫ്രണ്ട് ടയേഴ്സ് നല്ല പുത്തൻ ടയറാണ്. ബാക്ക് ആവറേജ്. ഓക്കെ. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് 2007 മോഡൽ LX AC മാത്രമേ ഉള്ളത്. 2007. ഇനി പേപ്പറൊക്കെ എന്ന് വരുന്നുണ്ട്? ഇനി 3 വർഷമുണ്ട്. 3 വർഷം കൂടി അതുണ്ട്. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഗ്ലാസ്സോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്.
ബോണ്ട് ബമ്പർ അങ്ങനെയുള്ളൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാൻ കൊള്ളാം. അകവും പുറവും ബോഡിയൊക്കെ അത്യാവശ്യം കൊള്ളാവുന്നതാണ്. വേറെ വലിയ പാകപ്പഴ കണ്ടിട്ട് തോന്നുന്നില്ല. ഓവറോൾ വണ്ടി ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദ്യം എത്രയാ? ഇത് ഫൈനൽ പ്രൈസ് 85,000. 85 രൂപ. ഇവിടെ ഒരു ചെറിയ ഫെയ്ഡ് വന്നിട്ടുണ്ട്. എന്തോ കളറ് പോയ പോലെ എന്തോ ഒരു പരിപാടി വന്നിട്ടുണ്ട്. വേറെ അല്ലാത്ത പക്ഷം വേറെ ഒന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ടോപ്പിലുണ്ട് ചെറുതായിട്ട് കളർ ഫെയ്ഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ആവറേജ് ടയേഴ്സ്, 4 ടയേഴ്സും ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഹോണ്ട സിറ്റി 2007 മോഡൽ. എത്രാമത്തെ ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഫ്രണ്ട് ടയർ മുട്ട, ആവറേജ് മുട്ട. ഇത് ബോഡിയൊക്കെ ആവറേജ്, എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ്. ഞാൻ ടയർ റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒക്കെ പഴയ വണ്ടി ആയതുകൊണ്ട് കാണും. എക്സ്ചേഞ്ച് എടുത്താണ്. പഴയ വണ്ടിയല്ലേ, 2007 ആണ്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. പേപ്പേഴ്സ് ഇനി എത്ര നാൾ കൂടെ ഉണ്ട്? ഇനി 3 വർഷമുണ്ട്. 3 വർഷം കൂടെ ഉണ്ട്. ഓക്കെ. പക്ഷേ വലിയ തുരുമ്പില്ല. പക്ഷേ ഇവിടെ ഒരു ചെറിയ അപാകതയുണ്ട്. അല്ലാത്ത പക്ഷം വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഫോർഡോ പവറിൻ്റെ ആണ്. ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാൻ കൊള്ളാം. മീൻസ് നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡീസലാ പെട്രോളാ? പെട്രോള്. ടയേഴ്സൊക്കെ നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഇത്തിരി തന്നെ ഫെയ്ഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. ആ രീതിയിൽ കുറച്ച് പാകപ്പഴയൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ 85,000 രൂപ. ഇത് മൈലേജൊക്കെ എന്താണ്? ഇത് ഓണർഷിപ്പ് 4th ആണ്. നമ്മൾ സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. 4th ഓണറാണ്. മൈലേജൊക്കെ ഒരു 14 ആ റേഞ്ച് വരും. അതെ. i20 ഓട്ടോമാറ്റിക് ആണ്. 2011 മോഡലേ. 2011 പെട്രോള്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ തന്നെ. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? 83,000. ജെനുവിൻ കിലോമീറ്റേഴ്സൊക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ എല്ലാം കമ്പനി സർവീസ്. അതാണ്ട് അടുത്ത സർവീസ് എന്നാന്ന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുന്നുണ്ടോ? സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഫോർഡോ പവർ വിൻഡോസ് ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. വണ്ടിക്കകം നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. 2011 മോഡൽ i20 ഓട്ടോമാറ്റിക്. ഡോറൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ഡോറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ബാക്ക് വൈപ്പർ, ഡീഫോഗർ എല്ലാം വരുന്നതാണ് അല്ലേ? അതെ, അലോയ്സ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ടയേഴ്സ് ബാക്ക് നോക്കിയാലും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് ആക്ച്വൽ പ്രൈസ് 260 ആണ്. ഓഫർ പ്രൈസ് നമുക്ക് 240 കൊടുക്കാം. 240. അതിൽ പിന്നെ എന്തെങ്കിലും കുറയോ? അതിൽ കുറയില്ല. ഇത് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടല്ലേ? അതൊക്കെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ വൃത്തിയാക്കി തരും വണ്ടി. ആ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാം. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലല്ലോ? കിഡ് 2016 മോഡൽ. ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. 16 ഫുൾ ഓപ്ഷൻ RXT. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 38,000. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. നല്ലൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും. 2016 കിഡ് ഫുൾ ഓപ്ഷൻ. 2 പവറിൻ്റെ ആണല്ലേ? അതെ. അത്യാവശ്യം സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് വണ്ടി. ഫസ്റ്റ് ടയർ തന്നെ ആയിരിക്കും അല്ലേ? അതല്ലേ ഓടിയോളൂ. എത്ര ചോദ്യം? ഇത് ഫൈനൽ പ്രൈസ് 220. 220. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ? ഡിസയർ ZDI ഡീസൽ ഫുൾ ഓപ്ഷൻ. ഏത് വർഷം? 2013 വണ്ടി. ടയർ ആവറേജ് ടയർ. ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ. എന്തോ ഓടിയെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? 1 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷം കഴിഞ്ഞു. ഡീസലല്ലേ? ഡീസൽ. അപ്പം മേജർ സർവീസ് കാര്യങ്ങളൊക്കെയോ? മേജർ സർവീസൊക്കെ കഴിഞ്ഞിടയ്ക്ക്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫോർഡോ പവർ വിൻഡോ ഉണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ZD ആണ് ഏറ്റവും കൂടുതൽ. അലോയ്സ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ് ഉണ്ട് അല്ലേ? അതെ. ഫോർമാറ്റും കാര്യമെല്ലാം ചെയ്ത വണ്ടിയാണ്. അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്.
ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് 385 ഫൈനൽ നമുക്കൊരു 365 കൊടുക്കാം. 365. ഇത് ഈ 385 എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇട്ടിരുന്ന വിലയാണോ? അതെ. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ബമ്പർ ഫ്രണ്ടിൽ ചെറിയ ക്ലെയിം ഉണ്ട്, അതായത് ബമ്പർ, റേഡിയേറ്റർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. തുറന്ന് കാണിക്കാം. അപ്രോണോ ബോണറ്റ് ഒന്നും ബാധിച്ചിട്ടില്ല. ഇല്ല. ഹെഡ് ലാമ്പ്, റേഡിയേറ്റർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ക്രോസ് ബാർ ഒന്നും കുഴപ്പമില്ലല്ലോ? ഈ പീസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിച്ചേക്കുന്നേ. ഇല്ല, ചെറിയതേ ഉള്ളൂ. അങ്ങോട്ട് അപ്രോണോ ഒന്നും അകത്തോട്ട് വന്നിട്ടില്ല. നോക്കിയോ, പേസ്റ്റിംഗ് വേണേ എടുത്തു. അവിടെ ഒന്നും കുഴപ്പമില്ല. ഇല്ലില്ല. ഓക്കെ, ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് അല്ലേ? അതെ. ഓക്കെ, 365 അതെ. 13 ZDI ലോൺ ഒരു 350 വരെ ലോൺ കിട്ടും. ബലേനോ ഓട്ടോമാറ്റിക് 2020 ആൽഫ, ഏറ്റവും കൂടിയ വണ്ടി. പെട്രോളാണ്, ഓട്ടോമാറ്റിക് ആണ്. നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അലോയ് വീൽസ് ഉണ്ട്, ആ രീതിയിലൊക്കെ കൊള്ളാം. ബാക്ക് ടയർ സിംഗിൾ ഓണർ. സിംഗിൾ ആണല്ലേ? കിലോമീറ്റർ 79. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണോ? അതെ, ആൽഫയാണ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ് അല്ലേ? എല്ലാ ഫെസിലിറ്റീസും വരുന്നതാണ്. ഓട്ടോമാറ്റിക് ആണ്. 2020 ആൽഫ ഓട്ടോമാറ്റിക്. ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ബാക്കിൽ AC വണ്ടി ഇല്ല, പക്ഷെ മൊബൈൽ ചാർജറോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 675. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ. അതെ. ഇത് നമുക്ക് നല്ലൊരു ഓഫർ കൊടുക്കാം. ഇപ്പോഴത്തെ ക്രിസ്മസ് ഓഫറിൽ ഫൈനൽ 640 കൊടുക്കാം. 640. ഓക്കെ, അപ്പോൾ ഇത് എത്ര രൂപ നമുക്ക് ഇറങ്ങാൻ പറ്റും? ഒരു 40,000 മതി, 6 വരെ. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. 6 lakh ഉറപ്പാണ്. 2013 ഇന്നോവ വേരിയൻറ്റ് G4. ഒറിജിനൽ കേരളയാണോ? അല്ല, റിയാണ്. കിലോമീറ്റർ 2 ലക്ഷം കഴിഞ്ഞു. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണോ? ആ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. സോറി, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതെ, നല്ല വൃത്തിയായിട്ട് ആ വക കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടുണ്ട്. വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോറും അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന ഫ്ലോറ് കാര്യങ്ങളൊക്കെ തന്നെ. അതിനകത്തൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഡോറ് നോക്കിയാലും അതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഓവറോൾ ബാക്ക് സൈഡ് മൊത്തത്തിൽ നോക്കിയാൽ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 785. ഫൈനൽ നമുക്കൊരു 740 കൊടുക്കാം. ഇപ്പോൾ ഇതേ വണ്ടി ഒറിജിനൽ കേരള ആയിരുന്നെങ്കിൽ എത്ര ചോദിക്കും? ഒറിജിനൽ കേരള ആണെങ്കിൽ ഇതൊരു 9 ലക്ഷം രൂപയെങ്കിലും വരും. ഓക്കെ, ഇതിപ്പോൾ ഒറിജിനൽ കേരള അല്ലേ? കേരളയിലോട്ട് ആക്കിയിട്ടേക്കുമല്ലേ? അതെ. ഓക്കെ, ബാക്ക് ടയർ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഫ്രണ്ട് ഒരു ആവറേജിന് പുറത്തുണ്ട്, അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ട്, ഇല്ലെന്നല്ല, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഓക്കെ, 2013 G4 ഇന്നോവ രജിസ്ട്രേഷനാണ്. ഫൈനൽ പ്രൈസ് 740. ലോൺ കിട്ടും, ഒരു 650 വരെ ലോൺ കിട്ടും. ഡാറ്റ്സൺ റെഡിഗോ 2018 സിംഗിൾ ഓണർ. കിലോമീറ്ററൊക്കെ എന്തോടി? 40,000. ടയർ പുതിയ ടയറാണ്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ? വേരിയന്റ് ഇത് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. അതെ. ഓക്കെ, അപ്പോൾ നമ്മളെ മാരുതിയുടെ രീതി പറഞ്ഞാൽ LX അല്ലേ? LXi. അതെ. ഓക്കെ, റീപ്ലേസ് ഒന്നുമില്ല. മാനുവലാണ് വണ്ടി. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദ്യം? 220 ഫൈനൽ നമുക്കൊരു 190 കൊടുക്കാം. 190. അതെ, ഫുള്ള് ലോൺ കിട്ടും. ഇത് ഇത്ര ഈ 220 ഇവിടെ 220 വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ ലോൺ കിട്ടുന്ന 2018 റെഡിഗോ AC പവർ സ്റ്റിയറിംഗ്. ഡിസയർ VDI 2013 മോഡൽ, ഡീസലാണ്, സെക്കൻഡ് ഓണർ. അലോയ്സ് കൂടി, അലോയ്സൊക്കെ എക്സ്ട്രാ ഉണ്ട്, പുതിയ ടയേഴ്സാണ്. കിലോമീറ്റർ 89. ഡീസലാണ്. VDI.
ഓക്കെ, ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 4 പവർ വിൻഡോയാണ്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല, നോർമൽ സീറ്റ് തന്നെയാണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 375. 375. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതേപോലെ നല്ല ടയേഴ്സ് ഉണ്ട്. 375. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറങ്ങാം? ഇത് ഫുൾ ഓൺ കിട്ടുമോ? ഇതൊരു 3.5 വരെ കിട്ടും. 3.5. അപ്പോൾ 25,000 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. അതെ, ചിലപ്പോൾ ഫുൾ ഓൺ കിട്ടാനും ചാൻസ് ഉണ്ട്. ടിയാഗോ 2020 മോഡൽ, പെട്രോളാണ്, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ? അതെ. ഏത് വർഷം? 2020. 2020. എന്ത് ഓടിയിട്ടുണ്ട്? 38,000. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, എക്സലൻറ്റ് കണ്ടീഷൻ. 4 പവർ വിൻഡോയാണോ? ഇല്ല, AC പോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, മാനുവലാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ടാറ്റയുടെ ആകുന്നതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയണ്ടല്ലോ, അത് നല്ല ക്വാളിറ്റിയുള്ള ബോഡി തന്നെ. ഈ ടയർ 4 മോശമാണ്. ടയർ 4 പുതിയ ടയർ ഇട്ട് കൊടുക്കാം. 4 മാർക്ക് കൊടുക്കാം. അതെ. ഓക്കെ, റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല അതിനും. എത്ര ചോദ്യം? ഇത് ടയർ എല്ലാം പുതിയ ടയർ ഇട്ട് നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം. 2020 മോഡൽ. 2020. ഓട്ടവും കുറവാണ് അല്ലേ? അതെ. വെൻഡോ ഡീസൽ 2011 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 83,000. ടയർ മോശമാണ്, ഒരുപാടില്ല. ഡീസൽ. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ ഉണ്ട്. വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സീറ്റ് കവേഴ്സ് ആയാലും എല്ലാം വൃത്തിയായിട്ട് പോകുന്നു. മാനുവലാണ്. 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് 260 നമുക്കിപ്പോൾ ഓഫറിൽ 230 കൊടുക്കാം ഫൈനൽ. 230. 2 ലക്ഷം വരെ ലോൺ വരുന്ന വണ്ടിയാണ്. ബാക്ക് സൈഡിലും കൂടി ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചാൻസ് ഉണ്ട്. 230. ഓക്കെ. ബാക്ക് ഈ ടയേഴ്സ് മാറി കൊടുക്കുമോ? മോശമുള്ള അല്ല, ഈ കണ്ടീഷനിലാണ്. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ചെറിയൊരു പെയിൻറ്റ് പോയ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ മാത്രം, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇയോൺ 2015. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ടയേഴ്സ് ഇത് മോശമാണ്. കിലോമീറ്റർ 44,000. 44,000 ഓടി. അതെ. വണ്ടിക്കാകെ ഒരു ആവറേജ് ലെവലാണല്ലേ, മറ്റ് വണ്ടികൾ കണ്ട രീതിയിൽ എത്തിയിട്ടില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 പവർ വിൻഡോയാണ്. ഫ്ലോർ മാറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ബാക്കി വണ്ടികൾ കണ്ട വെച്ച് നോക്കുമ്പം ഒരു ആവറേജ് ലെവലേ ഉള്ളൂ. ഡോറും ഒക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. ബാക്ക് സൈഡ് കുഴപ്പമില്ല. ബാക്ക് സൈഡ് പിന്നെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രണ്ട് അത്ര അങ്ങോട്ട് ഇനി ഫീൽ ചെയ്തില്ല. ബാക്ക് ടയേഴ്സൊക്കെ നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ ഒരു 190 കൊടുക്കാം. 190. ഇത് കട്ട ടയറാണോ? 2000 അല്ല. ഓക്കെ, 190 കൊടുക്കാം. ഈ 190 ലാസ്റ്റ് പ്രൈസ് അല്ലേ? അതെ. എക്കോസ്പോർട്ട് 2013 ഡീസലാ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? സിംഗിൾ ഓണർ. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഒന്ന് കഴിഞ്ഞു. അപ്പം മേജർ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതാ, എല്ലാം ചെയ്തിട്ടേക്കാം. അതെ. ഇത് ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ. ഓക്കെ. സ്റ്റീരിയോ 2013 എക്കോസ്പോർട്ട് ഡീസൽ, സിംഗിൾ ഓണർ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? അതെ. AC പോസ്റ്റിംഗ് 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ്, ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയറുണ്ട്. സ്റ്റെപ്പിനെയും ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 375. 375. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സാൻഡ്രോ 2013. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 82,000. കിലോമീറ്ററൊക്കെ ജെനുവിൻ തന്നെയല്ലേ? ജെനുവിൻ കിലോമീറ്റർ. വണ്ടിക്കകം നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഡാഷ്ബോർഡൊക്കെ ആണെങ്കിൽ 72. 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ രീതിയിലെല്ലാം വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഡോറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ
അതും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ സ്ക്രാച്ച് അല്ലെങ്കിൽ തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പെയിൻ്റൊന്നും പോയിട്ടില്ല. അതൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് ടയേഴ്സ് ആയാലും നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് റെഡ് അല്ലേ? ഇത് ചെറിയ ഫെയ്ഡ് വന്നിട്ടുണ്ടോ? കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്. ചെറിയ കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് 2 lakh. 2 lakh. അല്ല, ഇവിടെയും കുറച്ച് അങ്ങനെ പൊരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. 2 ലക്ഷം രൂപ. അതെ. ഏത് വർഷമായിരുന്നു? 2013 മോഡല്. ഹോണ്ട സിറ്റി 2007 മോഡല്. 2007. എൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എന്ന് വരണ്ട്? ഇനി 3 വർഷമുണ്ട്. കിടന്ന് ടയർ കാറ്റ് പോയി. ടയർ അല്ലാതെ നോക്കിയാൽ കൊള്ളാം. നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഈ സൈഡ് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടി ഇതുവരെ കണ്ടതിൽ ആവറേജ് ലെവലിന് താഴെ നിൽക്കുന്നൊരു വണ്ടി. അത്രയും കൂടെ നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ. ഫോർഡോ പവറിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സീറ്റ് കവർ ചെയ്തിട്ടില്ല. ഇത് സീറ്റ് കവർ ചെയ്തല്ലേ? എന്നാൽ സീറ്റ് കവർ ഇല്ല. പക്ഷേ വണ്ടി ഓവറോൾ കാണാൻ അകം ഒരു സീറ്റ് കവർ ചെയ്ത് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് 1.10 കൊടുക്കാം. 1.10. ടച്ച് ആൻഡ് പോളിഷൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വൃത്തിയാവുമായിരിക്കും. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളുണ്ട്. അത് കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല. ഇതിൻ്റെ പേപ്പർ എന്തോരുണ്ടെന്നാ പറഞ്ഞത്? ഇനി 3 വർഷമുണ്ട്. ഇനി 3 വർഷമുണ്ട്. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഗ്രാൻഡ് ഐറ്റൻ 2018 മോഡല്. ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 74,000. ടയർ സ്പോർട്സ് ആണ്. താഴെയാണ്. ബാക്ക് ടയർ പിന്നുണ്ട്. ഫ്രണ്ട് ടയർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഉണ്ട്. മാനുവലാണ്. വണ്ടിക്കകം അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡ് നോക്കിയാൽ അതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഗ്രാൻഡ് ഐറ്റൻ 2018 സ്പോർട്സ് പെട്രോൾ. ബാക്ക് AC വെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു മോഡലാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ബാക്ക് ടയേഴ്സൊക്കെ നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ചെറിയ ക്ലെയിമുള്ളതാണ്. ക്ലെയിമുണ്ട്. ബോണ്ട് ഒന്ന് നോക്കി കാണിക്കാമോ? അഫ്രോൺ സൈഡ് കാര്യങ്ങൾ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ? ചെറിയ ബോട്ട് ഉണ്ട്. ഓക്കെ. ഈ സൈഡ് തട്ടിയേ? ഈ സൈഡ് ചെറിയ പരിപാടികളുണ്ട്. ഈ സൈഡ് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തൊക്കെയാ മാറിയേ? ആ സൈഡിൽ ചെറിയ തട്ടുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. എത്ര ചോദ്യം? ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ 4 lakh ആണ്. പിന്നെ ഈ ആക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ഫൈനൽ 3.30 കൊടുക്കാം. 4 ലക്ഷം വരെ ലോൺ കിട്ടും. 3.30 കൊടുക്കും. അതെ. ഡസ്റ്റർ 2014 മോഡൽ ഡീസൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ടയേഴ്സ് കാര്യങ്ങളെല്ലാം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. പിന്നെ എന്ത് ഓടിയിട്ടുണ്ട്? 1.5. ഡീസലാണ്. 1.5 ആകുമ്പോൾ അതിൻ്റെ ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയോ? മേജർ സർവീസ് കഴിഞ്ഞതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊന്നും. ഇത് ബേസാണ് വേരിയൻ്റ്? AC പവറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ. ഫ്രണ്ട് ഡോർ പവർ വിൻഡോ ആണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. വണ്ടി നോർമലി തന്നെ നിൽക്കുകയാണ്. പക്ഷേ വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. വൃത്തിയൊക്കെ ഉണ്ട്. കണ്ടീഷൻ ബേസൊക്കെ കൊള്ളാം. കാണാനൊക്കെ കൊള്ളാം. ബാക്കിലോട്ടൊക്കെ നോക്കിയാലും അതിൻ്റേതായ വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. എത്ര ചോദ്യം? ഇത് ഫൈനൽ 4.30 കൊടുക്കുക. 4.30 ഫൈനൽ പ്രൈസ്. ബീറ്റ് പെട്രോൾ 2012. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ടയേഴ്സ് ആവറേജിൽ താഴെയാണ്. ബാക്ക് ടയർ അത്യാവശ്യം ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. പിന്നെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ വണ്ടി കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോർഡോ പവർ വിൻഡോസ് കാര്യങ്ങളാണ്. AC പവർ സ്റ്റിയറിങ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അതേപോലെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇത് ഏത് വർഷമായിരുന്നു ചേട്ടാ? 2012. അപ്പം തുരുമ്പ് വരാനുള്ള ടൈം ആയിട്ടില്ല. വണ്ടി ആ രീതിയിലൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്.
ഓവറോൾ വണ്ടി ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമില്ല. ടയേഴ്സ്, ബാക്ക് ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യമുണ്ട്. ഇത് റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 140. 2012. പെട്രോൾ അല്ലേ? പെട്രോൾ. ടാറ്റ ഇൻഡിക വിസ്റ്റ കോട്രാജറ്റ് 2010. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് 3rd. എന്ത് ഓടിയിട്ടുണ്ട്? 83,000. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണ്. ആണോ? വണ്ടി ഇങ്ങനെ ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഫോർഡോ പവറിൻ്റെ ആണല്ലേ? അതെ അതെ. എ സി ഒക്കെ വർക്ക് ചെയ്യുമോ? എ സിയും പവർ സ്റ്റിയറിംഗും എല്ലാം വർക്കിംഗ് ആണ്. പവറിൻ്റെ എല്ലാം വർക്കിംഗ് ആണ്. അത്യാവശ്യം കോട്രാജറ്റ് എഞ്ചിനാണ്. ഉണ്ട്. 2010 ഇൻഡിക വിസ്റ്റ കോട്രാജറ്റ്. ഓക്കെ. വണ്ടി ഓവറോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുണ്ട്. ഡോറ് പഴയ ഡോറ് ആയതുകൊണ്ടുള്ള സ്പീഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷമുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഡോറൊക്കെ വൃത്തിയാണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ല. അപ്പോൾ എത്ര ചോദ്യം? ഇത് ഓഫർ പ്രൈസ് 85,000. 85,000 രൂപ. കിലോമീറ്റർ 1 ലക്ഷം കഴിയുന്നല്ലേ പറഞ്ഞത്? 1 ലക്ഷം ആയില്ല. ഓക്കെ. കിഡ് 2020. ഓണർഷിപ്പ് സിംഗിള്. കിലോമീറ്റർ ന്യൂ ഷേപ്പ് കിലോമീറ്റർ 33,000. 33. നല്ല ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത ടയർ കിടപ്പുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണേ? അതെ, ജെനുവിൻ കിലോമീറ്റർ. ഇത് വേരിയൻ്റ് എങ്ങനെയാണ്? 2 ഡോർ പവറിൻ്റെ ആണോ? 2 ഡോർ പവറിൻ്റെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിൻ്റെ. ഒരു എയർ ബാഗ്. അതെ. ഓക്കെ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ആ രീതിയിലെല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ. മൈലേജ് നമ്മളെ ഓൾട്ടൊക്കെ കിട്ടുന്ന ആ റേഞ്ച് കിട്ടത്തില്ലേ? 18 മേളിൽ കിട്ടും. ബാക്ക് ടയറൊക്കെ കൊള്ളാം. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 360. 360? 2020 മോഡൽ, സിംഗിൾ ഓണർ. 2020 ഓക്കെ. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. പെയിൻ്റൊന്നും പേടെല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി കൊള്ളാം. കിഡ് 2018. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർ. ഇത് 1000 cc ആണ്. കിലോമീറ്റർ 32,000 ഓടിയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് ടയറാണോ അതോ ഫസ്റ്റ് ആണോ? ഫസ്റ്റ് ടയർ. നല്ല ടയർ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതൊരു സംശയം. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും പ്രത്യേകം ചെയ്തിട്ടില്ല. അത് വന്നേക്കുന്ന അതേ മോഡലിൽ തന്നെ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോർ പാഡൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് 290. എത്ര? 290. 290. ഇതൊക്കെ നമുക്ക് ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? 2018 സിംഗിൾ ഓണർ 1000 cc. അപ്പോൾ നമ്മളെ വണ്ടിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒട്ടനവധി വണ്ടികളാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ക്രിസ്മസ് പ്രമാണിച്ച് ചെറുതും വലുതുമായ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ വീണ്ടും ഞാൻ ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചേട്ടാ, കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി തരരുത്. ദയവ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കി ഇടുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല വർക്കുകൾ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പോൾ നല്ല കണ്ടൻറ്റുകൾ ചെയ്യട്ടെ. ഇതിൽ നിന്ന് ഒഴിഞ്ഞാൽ ഇതിൽ വെച്ചാൽ ഞങ്ങളിന്ന് കോപ്പി എടുത്ത് ചെയ്യുന്ന ആ പരിപാടി ഒഴിച്ചു തരണം പ്ലീസ്. ഇത് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.